ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണെന്നും അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നും നോക്കാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഒത്തിരി പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുതലാണെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, മാർക്കറ്റിൽ ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ട്, അത് വാങ്ങിക്കാൻ 1000 പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് 1000 പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ 10 പേര് മാത്രമേ അവിടെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളൂ, അവിടെ സപ്ലൈ കൂടുതലായിരിക്കും. ഇനിയും കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് കറണ്ടായിട്ട് എവിടെയാണോ നിൽക്കുന്നത് അതിനെയായിരിക്കും നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്, ഇതായിരിക്കും ഈ മാർക്കറ്റിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ ഒരു വര, ഇതില് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഈ കറണ്ട് മാർക്കറ്റിന് മേലെ നിൽക്കുന്നത് സപ്ലൈയും താഴെയുള്ളത് ഡിമാൻഡുമാണ്. ഡിമാൻഡിൽ നമ്മൾ ബൈ ചെയ്യുക, സപ്ലൈയിൽ നമ്മൾ സെല്ല് ചെയ്യുക. ഇനിയും ഏതൊക്കെ ടൈപ്പ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണോ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഒന്നാമത്തത് റാലി, ബേസ്, റാലി. ഈ ബേസ് ക്യാൻഡിലായിട്ട് നമ്മൾ ഏത് ക്യാൻഡിലിനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 2 ക്യാൻഡിലുകൾ വരയ്ക്കുന്നു. രണ്ട് ക്യാൻഡിൽ, 2 ബുള്ളിഷ് ക്യാൻഡിലാണ്. ഈ 2 ക്യാൻഡിലുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ അതിന് തമ്മിലുള്ള വ്യത്യാസം? ഈ ക്യാൻഡിലിന്റെ ബോഡി വലുതാണ്, ഇവിടെ ബോഡി ചെറുതാണ്. എന്താ വലുത്? വിഗ് വളരെ വലുതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ, അല്ലെങ്കിൽ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ ക്യാൻഡിലിന്റെ ഹൈ, ലോ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ക്യാൻഡിലിന്റെ ബോഡി അളക്കുക, അതായത് എന്തുമാത്രം നീളത്തിലാണ് ഈ ക്യാൻഡിൽ ഉള്ളതെന്ന് ഇവിടെ അളക്കുന്നത്. ഇവിടെ വരെ ഉണ്ട്. ഇനി ഈ ക്യാൻഡിലിന്റെ ഹൈയിലോ ലോയിലോ വെച്ച് ഞാൻ ഇതൊന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാൻ ലോയിൽ നിന്ന് വെച്ച് നോക്കുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയേ? 50% മേലെ ബോഡിയുള്ള ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇവിടെയോ, ഇവിടെ വരുമ്പോൾ ഹൈ ലോ മാർക്ക് ചെയ്തു. ഞാൻ ഈ ക്യാൻഡിലിന്റെ ബോഡി മാത്രം അളന്ന് വെച്ചു. ഇതെവിടെ, മേലേന്നോ താഴേന്നോ എവിടെ വെച്ചാലും എന്താ നോക്കുന്നത്? ഒരു 50% താഴെയാണ് ഈ ബോഡി ഇരിക്കുന്നത്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ക്യാൻഡിലുകളാണ് നമ്മൾ ബേസ് ക്യാൻഡിലായിട്ട് എടുക്കുന്നത്. അതായത് വിഗ് വലുതും ബോഡി ചെറുതുമായിട്ടുള്ള, അതായത് 50% അല്ലെങ്കിൽ അതിന് താഴെ ബോഡിയുള്ള ക്യാൻഡിലുകളായിരിക്കും ബേസ് ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇൻഡിക്കേറ്ററിൽ പോയി ബോറിംഗ് ക്യാൻഡിൽ നിന്ന് അടിച്ചു കൊടുത്താൽ അതിന്റെ കളർ മാറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ബോറിംഗ് ക്യാൻഡിൽ മാത്രം നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത കളറിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്യാൻഡിലുകളാണ് നമ്മൾ ബേസ് ക്യാൻഡിലായിട്ട് യൂസ് ചെയ്യുന്നത്, ബേസ് ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ റാലി, ബേസ്, റാലി. ഇനി മാർക്കറ്റ് ഇവിടെ മേലെയാണ് നിൽക്കുന്നത്, അപ്പം താഴെ എന്താ ഉള്ളത്? ഡിമാൻഡ്. ഡിമാൻഡിൽ നമ്മൾ ബൈ ചെയ്യുക. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് താഴെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. ഇനിയും ഈ സെക്കൻഡ് ടൈപ്പ് ഡ്രോ, ബേസ്, ഡ്രോ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇവിടെ. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് മേലെ മാർക്കറ്റ് നിന്നാൽ അവിടെ എന്താണ്? ഇവിടെ ഓൾറെഡി വരച്ച് കാണിച്ചായിരുന്നു. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇത്, അതിന് താഴെ ഡിമാൻഡ്, മേലെ സപ്ലൈ. ഇത് ഓർക്കുക. ഇപ്പം കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ മേലെ എന്താ? ഒരു സപ്ലൈ ഉണ്ട്, സപ്ലൈയിൽ നമ്മൾ സെല്ല് ചെയ്യുക. അടുത്ത ടൈപ്പാണ് റാലി, ബേസ്, ഡ്രോ. കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ മേലെ മാർക്കറ്റ് ഉണ്ട്, അപ്പൊ അവിടെ സപ്ലൈ ആണുള്ളത്, സപ്ലൈയിൽ സെല്ല് ചെയ്യുക. അടുത്ത ടൈപ്പ് ഡ്രോ, ബേസ്,
റാലി. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് താഴെ ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡിൽ നമ്മൾ ബൈ ചെയ്യുക. ഇനി ഇത് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടൈപ്പാണ് റാലി ബേസ് റാലി. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്, റാലി ബേസ് റാലി. ഇതെങ്ങനെ വരും? മാർക്കറ്റിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലുകൾ വരികയാണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബേസ് ക്യാൻഡിൽ. ബേസ് ക്യാൻഡിൽ ഒന്ന് മാത്രമല്ല, ഒന്നോ രണ്ടോ മൂന്നോ എത്ര ക്യാൻഡിലുകൾ വേണമെങ്കിലും ബേസ് ക്യാൻഡിലായിട്ട് ഇവിടെ വരാം. ഇതാണ് റാലി ബേസ് റാലി. ഞാനിവിടെ വിഗ് വരയ്ക്കാം. വിഗ് വലുതായിരിക്കും. ഇത് റാലി ബേസ് റാലി. ഇനിയും റാലി ബേസ് റാലിയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ സോണ്, ആ സ്ഥലം വന്നിട്ട് ഇപ്പം ഇവിടെ ഒരു 2 ക്യാൻഡിലുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ക്യാൻഡിലിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 5 ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ആ 5ാമത്തെ ക്യാൻഡിൽ, അതായത് അവസാനമായിട്ടൊരു മൂവ് കൊടുത്തതിന് മുന്നേ ഉള്ള ക്യാൻഡിൽ. ഇപ്പൊ ഇവിടെ ഈ മൂവ് കൊടുത്തതിന് മുന്നേ ഈ ക്യാൻഡിലാണ് ഉള്ളത്. അപ്പൊ ഈ ക്യാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഒരു ക്യാൻഡിലേ ഉള്ളെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയും ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ആണ് നമ്മൾ അടുത്ത് പഠിച്ചത് ടൈപ്പ്. ഇത് ഡ്രോപ്പ്, അടുത്തത് ഒരു ഡ്രോപ്പ്. ഡ്രോപ്പിന്റെ കളർ മാറ്റണം. ഇത് ചുമല കൊടുക്കാം. ഈ ബേസ് ക്യാൻഡിൽ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, അത് പച്ചയോ ചുമലയോ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ്. അപ്പൊ ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 5 ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഏതാണോ ഈ മൂവ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ക്യാൻഡിൽ, ആ ക്യാൻഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത പഠിച്ചത് റാലി ബേസ് ഡ്രോപ്പ്. റാലി ബേസ് ഡ്രോപ്പ്. റാലിയുടെ കളറ് പച്ച. അടുത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡ്രോപ്പ് ബേസ് റാലി. ഇത് ഡ്രോപ്പ് ബേസ് റാലി. ഇതെല്ലാം കുറച്ച് അടുത്ത് വരയ്ക്കണം. ഇതാണ് ഡ്രോപ്പ് ബേസ് റാലി. ഇനിയും ഈ ടൈപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പിൽ ഇത് രണ്ടും കണ്ടിന്യൂവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാ കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയുന്നത്? ഇവിടെ ഒരു റാലി ഉണ്ട്, ഇവിടെ ബേസ് വന്നു, എഗെയിൻ ഈ റാലിയെ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. ഇവിടെ അതേപോലെ തന്നെ ഫസ്റ്റ് ഡ്രോപ്പ്, പിന്നെ ഒരു ബേസ് വന്നു, ഈ ഡ്രോപ്പിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. ഇത് രണ്ടും കണ്ടിന്യൂവേഷൻ ടൈപ്പ്. ഇവിടെ വരുമ്പോഴാ ഇവിടെ റാലി ബേസ് ഡ്രോപ്പ്, അതായത് ഇവിടെയുള്ള റാലിയെ ഇത് കണ്ടിന്യൂ ചെയ്തില്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ആക്കിയിരിക്കുന്നത്. അപ്പം ഇത് റിവേഴ്സൽ ടൈപ്പ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഡ്രോപ്പ് ബേസ് റാലി, ഇവിടെയുള്ള ഡ്രോപ്പിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാതെ നേരെ റിവേഴ്സായി. അപ്പം ഈ ഫസ്റ്റ് 2 എണ്ണം കണ്ടിന്യൂവേഷൻ ടൈപ്പും ഇവിടെയുള്ള 2 എണ്ണം റിവേഴ്സൽ ടൈപ്പും ആണ്. ഇനി മാർക്കറ്റിൽ ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലുകൾ കാണാം. ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാണ്, ബോറിംഗ് ക്യാൻഡിൽ. ഇവിടെ റാലി ബേസ് റാലി. ഇനി ഇവിടെ 2 ബേസ് ക്യാൻഡിലുണ്ട്. ഞാൻ ഈ മൂവ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ക്യാൻഡിൽ, അതായത് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ക്യാൻഡിൽ, അതായത് ഈ 2ാമത്തെ ക്യാൻഡിൽ മാർക്ക് ചെയ്തു.
ഇതിന്റെ 50% എൻട്രി, ഈ ക്യാൻഡിലിന്റെ 50% എൻട്രി. അതായത് ഇത് ഫിബൊനാച്ചി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ 50% എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഇവിടെ എൻട്രി വെച്ച് കാണിച്ചു തരാം. ഈ 50% എൻട്രി, ഇതാണ് എൻ്റെ ടാർഗറ്റ്. നമുക്കിത് എത്ര പോയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ എൻട്രി, ഇത് ടാർഗറ്റ്. ഈ സോണിന്റെ കുറച്ച് താഴെ നമ്മൾ SL വെക്കണം. കാരണം തൊട്ട് താഴെ വെച്ചാൽ ചിലപ്പോൾ SL അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി താഴോട്ട് മാറ്റി SL വെക്കാം. ഇത് നോക്കുവാണെങ്കിൽ എത്ര പോയി? 1:4 പോയി. ഇത് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ഈ ടാർഗറ്റിനെ മേലെ, ഒത്തിരി മേലെ പോയിട്ടുണ്ട്. മാർക്കറ്റ് അതിന് മേലെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് 1:4. ഇതൊരു എക്സാമ്പിള്. ഇത് റാലി ബേസ് റാലിയുടെ എക്സാമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇതെന്താ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇതൊരു ഡ്രോപ്പ്, ഇവിടെ ഒരു ബേസ്, അടുത്ത ക്യാൻഡില് റാലി, ഡ്രോപ്പ്, ബേസ്, റാലി. 50% ക്യാൻഡില്, ഈ ഒറ്റ 50% ക്യാൻഡിലേ ഉള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്തു. മാർക്കറ്റ് താഴെ ഇറങ്ങി വന്ന് മേളിലോട്ട് അങ്ങനെ നോക്കിയിട്ട് എത്ര ദൂരത്തിൽ മേളിലോട്ട് പോയി നോക്കിയിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് നേരെ മേലെ ഇവിടെ വരയ്ക്കും പോയി. അതേപോലെ ഇതിവിടെ ഇതെന്താ? ഇത് റാലി ബേസ് ഡ്രോപ്പ്. നന്നായിട്ട് സ്വിം ചെയ്ത് കാണിച്ചു തരാം. ഇത് റാലി ബേസ് ഡ്രോപ്പ്. ഇപ്പം ഇവിടെ ഒരു 1, 2, 3, 4, 5 ക്യാൻഡിലുണ്ട്. ഈ അഞ്ചാമത്തെ ക്യാൻഡിലിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും മാർക്കറ്റ് ഇവിടുന്ന് എൻട്രി എടുത്ത് താഴോട്ട് ഷൂട്ട് ചെയ്ത് പോയി. ഇവിടെ എൻട്രി, ഇവിടെ വരേക്കും താഴോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇപ്പം ഇന്നത്തെ ക്ലാസ്, അതായത് ഇന്നത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.